ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോൺ പട്ടാഴി. ജോൺ പിടെക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഇതേ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്, ഇത് കണ്ടോ, ഈ ബ്രൈഡ് കണ്ടോ, ഇതാ ഇതിൻ്റെ കളർ ഇതൊന്നുമല്ല, ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് ഈ ബ്രൈഡിൻ്റെ കളർ. പ്രൊഗ്ഗി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ നല്ല ഇടിവിട്ടൊരു സാധനമാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം 6 മാസം മേളായി. 6 മാസം ഞാനിത് ശരിക്കും അട്ടിച്ച് പറിച്ച് ഇത് ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ ബ്രൈഡിനെ പറ്റി ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് 32 LB 20 mm, ഇതാണ് എൻ്റെ കവർ. 20 mm നല്ല അടിപൊളി ബ്രൈഡാണ്. അത്യാവശ്യം നല്ല ലോങ് കാസ്റ്റ് കിട്ടുന്നതാണ്. ഞാൻ ഉപയോഗിച്ച് ഇതിൻ്റെ കളർ മൊത്തം പോയതാണ്. ഇതുവരെ എൻ്റെ ഡാമയൊന്നും വന്നിട്ടില്ല. നൂല് പൊങ്ങോ അല്ലെങ്കിൽ ഉരഞ്ഞ് പൊട്ടുകയോ ചെയ്തിട്ടൊന്നുമില്ല. ഞാനിത് കമോൺ ആംഗ്ലേഷ് നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ കൂട്ടുകാരെ, വാട്സപ്പ് നമ്പർ ഇതേ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വിളിച്ച് ഡീറ്റെയിൽസ് അന്വേഷിക്കാം. വേണ്ടുന്നവർക്ക് വാങ്ങിക്കാം. വാങ്ങിച്ചവർക്കൊക്കെ മുതലായിട്ടുണ്ട്. എനിക്ക് മുതലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് കിട്ടുന്ന മീനൊക്കെ ആയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്കോ, ഷെയർ ചെയ്യുന്നതായിട്ട് മറക്കരുത്. ഓക്കെ, അയ്യോടാ പോയി. രണ്ടാമത്തെ തവണയാണ് ഇവിടെ ഇറങ്ങി. അത്രയും സ്ലോ റിട്രൈവിൽ ഇറങ്ങിയ മുകേഷിനെ ഇവിടുന്ന് തന്നെ മിസ്സായല്ലേ. സെൻറ്റർ ആക്കിക്കോ. വാ 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 വാ. ഗൈസ്, വാ, ഗൈൻഡ് 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 ഗൈൻഡ്. ഓ, വെള്ളം പിടിച്ച് അരിച്ചോണ്ടോടാ പുല്ല്. എൻ്റെ അമ്മോ, എടാ മച്ചാനെ. ഓ, അല്ല എന്തോ ഈ സൈഡ് പിടിച്ചോ, ഞാൻ പിടിച്ചോളാം. മുങ്ങ സൈഡോട്ട് മാറ്റിയാ എനിക്ക് പാടാൻ മോനെ. ക്ഷീണിപ്പിച്ച് കയറ്റാം നമുക്ക്. ഗൈസ് കണ്ടോ, കിടന്ന് പണി കണ്ടോ. ആ കൊണ്ടുപോകുന്ന ആ വെള്ളവും പുല്ലിയല്ലോ അവിടെ. വെളുക്കത്തര കണ്ടോ കണ്ടോ കണ്ടോ. എൻ്റെ അമ്മ, എനിക്ക് നോക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ. യെസ് ഗൈസ്, 3.5 ഉണ്ടല്ലേ. നഷ്ടമില്ല. എവിടെ കണ്ണിലൊന്നും അല്ലല്ലോ. അടിപൊളി. അപ്പോൾ രക്ഷപ്പെട്ടു. മാർബ് നോക്കണേ പോയിട്ടുണ്ടോ. അങ്ങനെ കിട്ടോ, ബുക്ക് വെള്ളത്തിൽ കിട്ടോ, അങ്ങനെ കിട്ടോ. ഒന്ന് പോയില്ലേ. അപ്പോൾ കൂട്ടുകാരെ കണ്ട അതിനെ കണ്ട നമ്മുടെ ഗൈൻഡ് വാറ ഒരു 3 കിലോ അടുപ്പിച്ചുള്ള നല്ല ചിമിട്ട് സാധനം കണ്ട. അപ്പോൾ അവൻ്റെ ഫൈറ്റും അവൻ്റെ ചാട്ടം ഇതിൻ്റെ ആ ഒരു 3 കിലോ രീതിയിലുള്ള ഫൈറ്റൊന്നും അല്ല ഫൈറ്റ് ചെയ്ത കേട്ടോ. വെള്ളം പിടിച്ച് ഒരു സൈഡോട്ട് ചരിച്ച് കളഞ്ഞു, പേടിച്ച് പോയി. അത്യാവശ്യം നല്ല സൈസ്, വലിയ നീലയില്ലെങ്കിലും അത്യാവശ്യം നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ളേ. അപ്പോൾ നമുക്ക് നേരെ ഇവനെ നമ്മുടെ മറ്റ് മയിൽവാഹകരുടെ കൂട്ടത്തിൽ അക്വേറിയത്തിലേക്ക് സ്വാഗതം. ഓക്കെ, അതേതായാലും കാര്യമായി. അല്ല, അതേതായാലും കാര്യമായിരുന്നു. ഞാനിവിടെ ഒതുക്കാൻ പറയാൻ തുടങ്ങിയതാ. ഓ മൈ ഗോഡ്, എന്നെ കുളിപ്പിച്ചത് കേട്ടോ. എന്തുകൂടെ വന്നടിച്ചേ. വാഹനം കണ്ടായിരുന്നു പണ്ടാറാണ്. പിന്നെ
വീഡിയോ എങ്ങനെ ഇവിടെ ഇട്ട് മീൻ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നിട്ട് വീഡിയോ കിട്ടാനോ? പിന്നെ നല്ല മീനം കണ്ടായിരുന്നു. എന്തോടാ ഞാൻ തുഴയുന്നൊരു പരിധിയോ ഞാനേ അവിടെ ഗൈസ്. ഞാൻ ഇങ്ങോട്ട് പിടിക്കുന്നതിനനുസരിച്ച് അവൻ അങ്ങോട്ട് പിടിക്കുമോ? അയ്യന്റെ പൊന്നെ ഓടാ. നീ കാലകത്ത് വെച്ചത് കാര്യമായി. ഇല്ല നീ പേടിച്ച് കാടിയണേ. പൊട്ടിച്ചോ? നോക്കട്ടെ. എന്റെ പൊന്നടാ. അതെങ്ങനെ പോടാ? ഹുക്ക് നിവർത്തി ആട്ടി പോ. എന്റെ പൊന്ന മച്ചാന, ഇത് കണ്ട ഹുക്കും പൊട്ടിച്ചോണ്ടാ മീൻ പോയാ പോക്കുണ്ടോ? വാഹ പിടുത്തോന്ന് പറഞ്ഞ എന്റെ ദൈവമേ, ഇനി വീഡിയോ കിട്ടിട്ട് എന്ത് പണ്ടാരം കാണിക്കാനാ? അല്ല ഹുക്ക് നല്ല ഹുക്ക് തന്നെയാ. പിന്നെ ഡാമേജ് മറ്റേ ലോക്കലാണെങ്കിൽ നിവർന്നു പോയാൽ. ഇത് കാർബൺ ആയത് കാരണം നിവരത്തില്ല, ഒടിയത്തേ ഉള്ളൂ. ടെമ്പർ കൂടുതലാണ്. സാരമില്ല, കാത് കുത്തിയവൻ പോയാൽ കടുക്കനിട്ടവൻ വരും ഗൈസ്. ഇങ്ങനെ ഇറങ്ങിയത് നീ ഇപ്പം അറിഞ്ഞോളാം. നല്ല സ്പോട്ടാ. ഫ്ലോഗ് കറക്റ്റ് ആയില്ലല്ലോ. പൊക്കടാ, അതല്ലേ പറഞ്ഞേ. നിൽക്കുന്നേ അവിടെ കേട്ടോ, അവിടെ കേട്ടോ. അവൻ ഇറങ്ങും. അവൻ തന്നെ ഒരുപാടേ മാറിയോ? ഞാൻ പറഞ്ഞില്ലേ നീ അവിടെ തന്നെ, നീ അവിടെ നല്ലൊരു സ്പോട്ടാന്ന് പറഞ്ഞില്ലേ ഗൈസ്. അടുത്ത ഗൈൻ്റെ സാധനം ഞാനീ കിടന്ന് മുക്കുന്നേ. വള്ളം ബാക്കി കിടക്കുവാണേ. ഉണ്ടോ? കാട്ടി കയറ്റാതിരിക്കാനാണ് നമ്മൾ വള്ളം ബാക്കിലോട്ട് പോകണം. ആണ്ടേ ഒറ്റ അടിക്കാൻ ഉടക്കിക്കൊണ്ട് കയറ്റിയല്ലേ? അവിടെ ആയിക്കട്ടെ. ഇപ്പം സെൻറ്ററായി. ഇനിയിപ്പോൾ ഇതൊക്കെ കളിപ്പിച്ച് തരാമെങ്കിലേ എനിക്ക് റൈറ്റ് ഹാൻഡിൻ്റെ സൈഡിൽ തരണം. എൻ്റെ ഇടത്തെ കൈക്കില്ല വേദന ഉണ്ടാകണ്ടേ. അല്ല മീനാണെങ്കിൽ കറക്കിക്കൊണ്ട് പോകുന്നത്. അവിടെ രണ്ട് കൈ ഇരിക്കുവാണേ. പൊട്ടിക്കുമോ? ഡാഗ് കൊടുത്ത് പെതുക്കെ എടുക്കുക സമാധാനമായിട്ട്. മുമ്പേ പറ്റിയതുപോലുള്ള മുമ്പേ പറ്റിയതുപോലുള്ള മിസ്റ്റേക്കുകൾ നമ്മുടെ മിസ്റ്റേക്കല്ല, താ മീനിൻ്റെ കഴിവുകൊണ്ട് പോയതാ. ഗൈസ് വേണ്ട, മിന്റിന് ഒതുക്കാൻ പറ്റുന്നിടത്തോട്ടോ ഒതുക്കിയാ മതി. ഇതിപ്പോ ഇത് ഇവിടുന്ന് വിടത്തുന്ന രക്ഷണമില്ലല്ലോ നമ്മളെ. അല്ല ഇത് ഇരുട്ടാ പറയാം, നമ്മളെ വീട്ടിൽ വിടത്തില്ലല്ലോ. അച്ഛനെ കണ്ടോ? ഫൈറ്റ് കണ്ടോ?
കണ്ടോ ഓണ്ടാ ബ്ലൂ വെയിൽ വല്ലതും ആണോടെ ഗൈസ് ഇതുവരെ മീൻ പൊങ്ങിയിട്ടില്ല എന്തുവാണെന്ന് ആന്നടാ മോനെ ഗൈൻഡ് ഉണ്ടോ നിൽക്കി ഞാൻ എടുക്കാം ഇങ്ങോട്ട് ഞാൻ അമ്പ പറ്റത്തില്ലേ അങ്ങോട്ട് പോയി അത്രയേ ഉള്ളൂ മോനെ ഗൈസ് ഓൻ്റെ പൊന്ന് മോനെ അതിനെ കയറ്റാൻ പറ്റി അത് മുമ്പേ അടിച്ച് ഇതിലും വരും അതല്ലേ ഒന്ന് തിരിഞ്ഞ് ഷോ ചെയ്യാൻ പറ്റും ഇവിടുന്ന് വെട്ടം അങ്ങോട്ട് അടിക്കുമ്പോൾ എനിക്ക് കറക്റ്റ് കിട്ടും കിടക്കുക കിടന്നോട്ടെ അങ്ങനെ നടന്നു എടുക്കാം ഒരുപാട് പൊക്കണ്ടേ പോയി കഴിഞ്ഞാലേ സേഫ്റ്റിക്ക് ഞാൻ കൈ ഇട്ടോട്ടെ വെക്കേ ഗൈസ് ഇത് കണ്ടോ ചരിച്ചു പിടിച്ചേ അതിൻ്റെ ആ വലിപ്പം കണ്ടോ താത്ത പിടിച്ചു ഫുൾ പൊക്കണ്ട മോനെ കണ്ടോ മച്ചാനെ പോയതിനെക്കാട്ടി ഞാൻ പറഞ്ഞില്ലേ കാത് കുത്തിയാൻ പോയാൽ കടുക്കനിട്ടവൻ വരുമെന്ന് ഇതേ കണ്ടല്ലോ നല്ല അട്ടാറ് മയിൽവാഹ അല്ല മണൽവാഹയുടെ ആ ഒരു ലെവല് മാറി വരുന്ന അപ്പോൾ സന്ധ്യ സമയമായി അപ്പോൾ ഞങ്ങൾ നേരെ അതിനെ ജീവനോടെ ബോക്സിലേക്ക് ഇടുവാണേ ഓക്കെ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ കാശി കൂടെ നിർത്തുക കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കിട്ടിയ രണ്ടെണ്ണം ഹെവി മീനുകളാണ് ഇവന്മാരെ ജീവനോടെ മാക്സിമം കൊണ്ടുപോകണം അത് ഈ ബോക്സിനകത്ത് കിടക്കത്തതുമില്ല കണ്ടോ പിന്നെ അതിനെ ജീവനോടെ കൊണ്ടുപോകാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് നമ്മുടെ കയ്യിൽ എല്ലാ മീനും ജീവനോടെ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഫിഷിംഗ് നിർത്തിയിട്ട് ഇവരെ ജീവനോടെ വെള്ളത്തിലിട്ട് ഇനി തുഴഞ്ഞ് കുറേ ദൂരം പോകണം ഞങ്ങൾക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ വീട്ടിൽ കൊണ്ടു അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോയിൽ ലൈക്കും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നു കൂട്ടുകാർ കൂടെ ഷെയർ ചെയ്യുന്ന കാര്യം മറക്കണ്ട അപ്പോൾ ഓക്കെ ബൈ